നമസ്കാരം. കാളിയാർ, കോതയാർ, തൊടുപുഴയാർ എന്നിങ്ങനെ 3 നദികൾ ചേരുന്ന ത്രിവേണി സംഗമത്തിൻ്റെ പേരിലാണ് മൂവാറ്റുപുഴ അറിയപ്പെടുന്നത്. എന്നാൽ 3ൻ്റെ സമവാക്യങ്ങൾ പിന്നെയും മൂവാറ്റുപുഴയ്ക്ക് യോജിക്കുന്നുണ്ട്. അതിലൊന്നാണ് 3 കുന്നുകൾ: സത്രക്കുന്ന്, ശിവൻകുന്ന്, അമ്പലക്കുന്ന്. പണ്ടത്തെ സത്രത്തിൻ്റെ ഭാഗത്ത് PWD റെസ്റ്റ് ഹൗസാണ് അതിൻ്റെ പണി നടക്കുന്നത്. സത്രക്കുന്നിൻ്റെ ചെരുവിലാണ് കോടതി സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണ് കച്ചേരിത്താഴം എന്ന പേര് സ്ഥലത്തിന് വന്നത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, TTI എല്ലാം ഈ കുന്നിന് മുകളിലാണ്. സത്രക്കുന്നിൻ്റെ ഒരു വശം ഇടിച്ച് നിരത്തി തുടങ്ങി. അത് വാട്ടർ അതോറിറ്റിക്ക് വലിയ ഭീഷണിയായി തീരാനുള്ള സാധ്യതയുമുണ്ട്. ആറാടി വില്ലേജ് ഓഫീസ്, KSEB ഓഫീസ്, പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഇതെല്ലാം സത്രക്കുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. സത്രക്കുന്ന് വിട്ടിട്ട് തൊട്ടപ്പുറത്താണ് ശിവൻകുന്ന് സ്ഥിതി ചെയ്യുന്നത്. വാട്ടർ അതോറിറ്റി ഓഫീസ്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ശിവൻകുന്ന് എല്ലാം അവിടെയാണുള്ളത്. രജിസ്ട്രാർ ഓഫീസ്, എക്സൈസ് ഓഫീസെല്ലാം ഈ ശിവൻകുന്നിൻ്റെ ചെരുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. സത്രക്കുന്നിലെ മണ്ണെടുപ്പ് ഈ വാട്ടർ അതോറിറ്റി ഓഫീസിന് ഭീഷണി തന്നെയാണ്. മണ്ണിടിക്കൽ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ശിവൻകുന്നിൻ്റെ കിഴക്കൻ ഭാഗത്താണ് ശിവൻകുന്ന് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി അമ്പലക്കുന്നിലേക്ക് വന്നാൽ മൂവാറ്റുപുഴ സ്പെഷ്യൽ സബ് ജയിലാണ്. 1961 അത് സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ ഹരിത കാരാഗൃഹമായി മാറിയിരിക്കുന്നു മൂവാറ്റുപുഴ സബ് ജയിൽ. ഇവിടുത്തെ മാലിന്യങ്ങൾ ഇവിടെ തന്നെ സംസ്കരിക്കുവാനുള്ള പദ്ധതിയാണ് മുനിസിപ്പാലിറ്റി നടപ്പാക്കിയിരിക്കുന്നത്. പണ്ടൊക്കെ ജയിൽ ചാട്ടമൊക്കെ സംഭവിച്ചിട്ടുള്ളതിനാൽ ജയിലിൻ്റെ മതിൽക്കെട്ടെല്ലാം ഉയർത്തി നിർമ്മിച്ചിരിക്കുകയാണ്. ഈ സബ് ജയിൽ കോമ്പൗണ്ടെല്ലാം കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് എത്തിയാൽ കാണാൻ പറ്റുന്നത് മൂവാറ്റുപുഴ SDP B.Ed കോളേജാണ്. B.Ed കോളേജിൻ്റെ കോമ്പൗണ്ടും അതിനപ്പുറത്തായി ഹയർ സെക്കൻഡറി സ്കൂളും സ്ഥിതി ചെയ്യുന്നു. അമ്പലക്കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണുള്ളത്. അതിന് തൊട്ടപ്പുറത്തായി SDP യോഗം ഓഫീസും പടിഞ്ഞാറേ ചെരുവിൽ SDP ഹയർ സെക്കൻഡറി സ്കൂളുമാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ത്രിവേണി സംഗമത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു 3ൻ്റെ സമവാക്യം മൂവാറ്റുപുഴയിൽ കുന്നുകളുടെ കാര്യത്തിനും യോജിക്കുന്നുണ്ട്. അത് ഈ 3 കുന്നുകളാണ്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗത്തെ പ്രധാന പട്ടണമായ മൂവാറ്റുപുഴയ്ക്ക് വലിയ വികസന സാധ്യതകൾ തന്നെയാണ് മുന്നിലുള്ളത്. അവയൊക്കെ സാധ്യമാക്കിക്കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ആയാലും മൂവാറ്റുപുഴയ്ക്ക് വേറെയും വിശേഷ സംഭവങ്ങളുണ്ട്. അതെല്ലാം മറ്റൊരു കാഴ്ചയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.